നമസ്തേ, ഞാൻ ഡോക്ടർ അഖില വജ്ര പെരിയാർ ഹെറിറ്റേജിൽ നിന്ന്. ജൂലൈ മാസത്തിന്റെ പകുതിയോടുകൂടി കേരളത്തിൽ കർക്കിടക മാസം ആരംഭിച്ചിരിക്കുകയാണ്. കർക്കിടക മാസത്തിന്റെ വരവോടുകൂടി ശരീരത്തിൽ ഉണ്ടാകുന്നതും രോഗങ്ങളിൽ ഉണ്ടാകുന്നതുമായ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ്. അഗ്നി അഥവാ ഡൈജസ്റ്റീവ് ഫയറിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ, അതുമൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള ആമസഞ്ചലനം, ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകൾ, ഇവയെല്ലാം പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല രോഗാവസ്ഥകളും വീണ്ടും അസ്വസ്ഥതപ്പെടുത്താൻ കാരണമാണ്. അതോടൊപ്പം വാതപിത്ത കഫദോഷങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന അസന്തുലനാവസ്ഥ, ഇവയെല്ലാം കൊണ്ട് ആയുർവേദ ശാസ്ത്രത്തിൽ വർഷകാലം പ്രാധാന്യമുണ്ട്. കർക്കിടക ചികിത്സ എന്നാൽ ഒരു സ്ട്രാറ്റജിക് സീസണൽ റീസെറ്റിംഗ് ആണ്. സ്ട്രെങ്ത് ഓഫ് ഇമ്മ്യൂണിറ്റി വെൻ ഇറ്റ് ഈസ് വീക്കസ്റ്റ്. വർഷകാലത്തിൽ ശരീര പ്രതിരോധ ശേഷി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഉണ്ടാകാവുന്ന ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകൾ ഇല്ലാതാക്കുവാനും അതുപോലെ തന്നെ ഇത് കാരണമായിട്ടുള്ള ആമത്വം അല്ലെങ്കിൽ ടോക്സിൻസ് ശരീരത്തിൽ നിന്നും പുറന്തള്ളുക എന്നതാണ് സ്ഥിതി. അതിനായി അഭ്യംഗം, കിഴി, വീഴ്ചി, ശിരോധാര, വമനം, വിരേചനം, കർക്കിടകക്കഞ്ഞി തുടങ്ങിയ വിവിധതരം ചികിത്സകൾ ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓർക്കുക, ഹെൽത്ത് ഈസ് വെൽത്ത്.